എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യമേ പറയാം, ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇന്നിടാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു 3-4 ദിവസമായിട്ട് നെറ്റ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ കേബിളുകാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെറിയൊരു വീഡിയോ ആകുമ്പോൾ നമ്മുടെ ഫോണിലുള്ള നെറ്റ് വെച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തൊക്കെ എടുക്കുന്നത്. ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു കുഞ്ഞു വീഡിയോ പോട്ടെ, അടുത്ത ദിവസം കൂടുതൽ കണ്ടൻറ്റുമായിട്ട് വരാം. അപ്പോൾ രാവിലെ ഇഡലി ഒരു തട്ട് മാത്രമേ ഉണ്ടാക്കി എടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ ബാക്കി ദോശയാണ് ഉണ്ടാക്കിയത്. ദോശ ഉണ്ടാക്കി വെള്ള ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഉടനെ തന്നെ നമ്മൾ മോര് കാച്ചി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ മത്തി കിട്ടി, അപ്പോൾ അതും കൂടെ ഒന്ന് പൊള്ളിച്ച്. അപ്പോൾ ജോലികളൊക്കെ രാവിലെ തന്നെ നേരത്തെ തീർത്ത് കേട്ടോ. അതിന് കാരണമുണ്ട്. അപ്പോൾ മോൻ ഇന്ന് മൂവിക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ ചേട്ടായും റെസ്റ്റ് എടുത്ത് അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ 2 മാസം കൂടുതലായി. എങ്ങും പോകാനും യാത്ര ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇന്ന് ഡോക്ടറെ അടുത്ത് പോകാനുള്ള ദിവസവും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് എന്തായാലും ചേർത്തലേ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകണം. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് തിയേറ്ററും. അപ്പോൾ പിന്നെ നമുക്കൊരു മൂവി കാണാമെന്ന് വിചാരിച്ച്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരുപോലെ ആയാൽ പറ്റത്തില്ല. വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് മനസ്സിനൊരു സന്തോഷം ഒക്കെ കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്ത് പോയാലല്ലേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഊണ് കഴിഞ്ഞിട്ട് അങ്ങനെ സിറ്റൗട്ടിൽ ഇരുന്നപ്പോഴേ ഒരു പൂച്ചക്കുട്ടൻ ഇതുപോലെ നല്ല വെയിലാണെങ്കിൽ പോലും ആ മതിലേ കയറി ഇരിക്കുകയാണ്. ഞാൻ കുറേ സമയം ദൂരെ നിന്നിട്ടൊന്ന് വീഡിയോ എടുത്ത് നോക്കി. അപ്പോഴൊന്നും ഞാൻ വിചാരിച്ചു അടുത്ത് ചെന്ന് അവൻ ഓടിക്കളയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്തേക്ക് പോയില്ല. പക്ഷേ ഞാൻ രണ്ടും കൽപ്പിച്ച് അടുത്ത് വരെ ചെന്നു. തൊട്ടടുത്ത് ചെന്നിട്ടും ഒരു പേടിയും ഇല്ലാതെ ഒരു കുലുക്കവും ഇല്ല, അങ്ങനെ ഇരിക്കുകയാണ്. ഇവനെല്ലാ വീടുകളിലും ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ പോകുന്നതാണ്. ആരും സ്ഥിരമായിട്ട് ഇങ്ങനെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയൊന്നും അല്ല. അതാണ് ഞാൻ ഓർത്ത് അടുത്ത് ചെല്ലുമ്പോൾ നമ്മളെ പരിചയമില്ലല്ലോ ഓടിക്കളയുമെന്ന്. അപ്പോൾ അടുക്കളപ്പുറത്തൊക്കെ വന്നിരുന്നിട്ട് നമ്മളെന്തെങ്കിലും ഭക്ഷണം വെച്ച് കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളും. എന്നിട്ടിങ്ങനെ എലീനെയൊക്കെ പിടിക്കും. അത് നല്ലൊരു കാര്യമല്ലേ. ഇന്ന് പതിവിൽ നല്ല ചൂടായിരുന്നു, നല്ല വെയിലും ഉണ്ടായിരുന്നു. ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ ഒരു ഓട്ടോ പിടിച്ചാണ് തിയേറ്ററിനടുത്ത് വന്നിറങ്ങിയത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ 11 മണിയുടെ ഷോ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത്. തുടരും മൂവിയാണ് കേട്ടോ, മോഹൻലാൽ ശോഭന കോംബോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് നല്ല തലവേദനയായിട്ടാണ് വന്നത് കേട്ടോ. മൂവി കണ്ടിട്ട് പോന്നു കഴിഞ്ഞപ്പോൾ നല്ല തലവേദന. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചായ ഇടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ചേട്ടായി പറഞ്ഞു, ചേട്ടായിക്ക് പാൽ ചായ വേണ്ട, കട്ടൻ ചായ തന്നെ മതി. തലവേദന ഉണ്ടെങ്കിൽ കട്ടൻ ചായ തന്നെ കുടിക്കണമല്ലോ. അത് കാരണം പിന്നെ ഞാനും ഓർത്ത് എനിക്കും കട്ടൻ ചായ മതിയെന്ന്. ഞാൻ പിന്നെ ചേട്ടായിക്കുള്ളത് കട്ടൻ ചായ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെ എനിക്കും കട്ടൻ ചായ തന്നെ ഒഴിച്ചെടുത്തത്. മോൾക്ക് മാത്രമേ ചായ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളേ. മൂവി കണ്ടതിന് ശേഷം മോനും വൈഫും കൂടെ ഒരു കല്യാണ വീട്ടിൽ പോകണമായിരുന്നേ. മോൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ഇങ്ങോട്ടും പോന്നു. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് മൈദ ഇരുന്നത് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ, നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള വാഴയിൽ നല്ല ഇളത്ത, അതായത് കൂമ്പല വന്നത് ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊരെണ്ണം മുറിച്ചെടുത്തിട്ട് അട ഉണ്ടാക്കാൻ പോയണേ. നല്ല ശർക്കരയും തേങ്ങയും ഒക്കെ നമ്മൾ കുഴച്ച് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കത്തില്ലേ, അങ്ങനെ ഒരു അടയാണ് ഉണ്ടാക്കിയെടുത്തത്. പുഴുങ്ങുന്നതിനേക്കാളും ടേസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇതുപോലെ അട വറുക്കുന്നതല്ലേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സി യു.